വർഗീയ ചുവയുള്ള ഫ്ലക്സ് ബോർഡുമായി ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ വീണ്ടും വിവാദത്തിൽ. ഗുരുവായൂരിലെ മുൻ MLA-മാരുടെ പേരുകൾ പറഞ്ഞാണ് ചാവക്കാട് മേഖലയിൽ പുതിയ ബോർഡ് സ്ഥാപിച്ചത്. ബോർഡിൽ വർഗീയത ഇല്ലെന്നാണ് ബി ഗോപാലകൃഷ്ണന്റെ പ്രതികരണം. വർഗീയ പ്രചാരണം ഗുരുവായൂരിൽ ഏശില്ലെന്നാണ് CPIM പ്രതികരിക്കുന്നത്. ഗുരുവായൂരിൽ നിന്ന് ഹിന്ദു MLA വേണമെന്ന വർഗീയ പരാമർശത്തിൽ ബി ഗോപാലകൃഷ്ണനെ കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം കേസെടുത്തെങ്കിലും വർഗീയ പ്രചാരണത്തിൽ നിന്ന് ഗോപാലകൃഷ്ണൻ പിന്നോട്ടില്ല. ഗുരുവായൂരിലെ മുൻകാല MLA-മാരുടെ പേരുകൾ സൂചിപ്പിച്ച് വർഗീയ ചുവയോടെയാണ് ചാവക്കാട് പുതിയ ബോർഡ് സ്ഥാപിച്ചത്. ഈ മണ്ഡലത്തിലെ 50 വർഷത്തെ രാഷ്ട്രീയ ചരിത്രം, ആ ചരിത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ സ്പർദ്ധയൊന്നുമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം പറയുമ്പോൾ ചില ആളുകൾക്ക് തോന്നും പിന്നെ കേസൊന്നും കാട്ടി എന്നെ പേടിപ്പിക്കണ്ട. അതേസമയം ബി ഗോപാലകൃഷ്ണൻ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായത് അറിയിക്കാനുള്ള ശ്രമമാണെന്നും വർഗീയ പ്രചാരണം ഗുരുവായൂരിൽ ലേശില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. BJPക്ക് ഗുരുവായൂർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല, നമുക്കെല്ലാം അറിയാം. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ പ്രസൻസ് ഗുരുവായൂർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചില വളഞ്ഞ വഴികൾ ശ്രീ ഗോപാലകൃഷ്ണൻ സ്വീകരിക്കുന്നേ ഉള്ളൂ. ഇത് കേരളത്തിൽ ചെലവാകാത്ത ഒരു കളിയാണ് ഇപ്പോൾ കളിക്കുന്നത്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കേസ് കാട്ടി പേടിപ്പിക്കേണ്ടെന്നുമാണ് ബി ഗോപാലകൃഷ്ണന്റെ നിലപാട്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.